അപ്പോൾ ഇന്ന് നമ്മൾ റിസോർട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കുറച്ച് സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡറാക്കിയത് ഞാനിവിടെ മസാല ദോശയാണ് ഓർഡറാക്കിയിട്ടുള്ളത്. അപ്പം മസാല ദോശ കഴിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അവിടെ അത്യാവശ്യം പരങ്ങിയ ഒരു പ്ലേസ് ആയതുകൊണ്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ പോലും എല്ലാവരുടെ കൂടെ ആകുമ്പം അതൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്, അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇതാ ഇവിടെ നമ്മൾ സ്ലിപ്പറൊക്കെ കഴിച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ. അപ്പം ഒന്ന് സ്ലിപ്പറൊക്കെ കഴിച്ച് അവിടെ ഏൽപ്പിച്ചാൽ മതി. അവിടെ ഒരു പൈസ കൊടുത്തിട്ട് അവിടെ സ്ലിപ്പറൊക്കെ കൊടുത്ത് എന്നിട്ട് നമ്മളിവിടെ കയറി നോക്കുമ്പോൾ നല്ല റഷായിരുന്നു കേട്ടോ. കോളേജ് കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റഷായിരുന്നു. ശരിക്കും ക്ലിയർ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് അതിൻ്റെ പിറകെ തന്നെ ഇതുപോലുള്ള ഗാർഡൻ ഉണ്ട്. അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ അവിടെ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചു. അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളൊക്കെ ഒന്ന് അവരായിട്ട് ഓടിച്ചാടി കളിക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോൾസിലാണ്. വാട്ടർഫോളിൽ പോയി കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും അതിൻ്റേതായ ഒരു ഭംഗി കാണാൻ. പിന്നെ പകലായതുകൊണ്ട് അത്ര വലിയൊരു ഇതൊന്നും കണ്ടില്ല. എന്നാലും ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പോയ ഗാർഡൻ പോലെയുള്ള ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ അവിടെ. വേറെ പ്രത്യേകിച്ച് അവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ പോവാത്തൊരു പ്ലേസാണ്. പിന്നെ അവിടെ ഇരുന്നിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്ലേസായിട്ട് തോന്നി. നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഭംഗി കുറച്ച് സമയം നമ്മൾ ആസ്വദിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കേണ്ട ടൈമായി. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് ഫ്രൈഡ് റൈസാണ്. അപ്പം അത് കഴിച്ച് പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പിന്നെ ഓരോന്നായിട്ട് ഓർഡർ ആക്കി കേട്ടോ. ഓരോ ആൾക്കാർക്ക് വേണ്ടുന്നതായിട്ട് ഓർഡർ ആക്കി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ആന സവാരിക്കാണ്. അപ്പം അവിടെ നല്ലതുപോലെ റഷായിരുന്നു. ഇതുപോലെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ട് വേണം ആന സവാരി ചെയ്യാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ടോക്കൺ എടുത്തു. ബോട്ടിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ടാണ് നമ്മൾക്ക് ആനയെ കാണാൻ പറ്റുള്ളൂ. അപ്പം ബോട്ടിൽ അങ്ങനെ കയറിയിട്ടുണ്ട്. അത്രക്കും ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല റഷായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ഉണ്ടായിരുന്നു ആ ഒരു ടിക്കറ്റ് കിട്ടുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ആനയെ കാണാൻ നല്ല ആകാംക്ഷയോട് കൂടി തന്നെയാണ് വന്നത്. പക്ഷേ ആന തമ്മിലുള്ള അടിയൊക്കെ കാണുമ്പം തന്നെ നമുക്ക് ആകെ ബേജാറായി. അപ്പം വിചാരിച്ച് ഇവിടെ കൂടുതൽ നിൽക്കണ്ട, ആനയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പം പിന്നെ ആന കരയുന്നതൊക്കെ കണ്ടു കേട്ടോ. അപ്പം വിചാരിച്ചു പഠിച്ചവനെ എന്തോളി എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ആന സവാരിയൊന്നും ചെയ്യാൻ നിന്നില്ല. ആനയെ കണ്ടപാട് തന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിരുന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ രാത്രിക്കത്തെ ഫുഡും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.